സാർ നമസ്കാരം. നമസ്കാരം. 2026 മെയ് 27 തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട CMR എക്സാലോജിക്ക് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് ED ഒരു റെയ്ഡ് നടത്തുകയുണ്ടായി. ഏതാണ്ട് 10 മണിക്കൂർ നേരമാണ് EDയുടെ റെയ്ഡ് അന്ന് പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്നത്. ഈ റെയ്ഡ് അകത്ത് നടക്കുന്ന സമയത്ത് പുറത്ത് CPMകാരുടെ വലിയ സംസ്ഥാന സമ്മേളനം പോലുള്ള പ്രതിരോധങ്ങളായിരുന്നു. ആ റെയ്ഡ് നടക്കുന്ന വീട്ടിനകത്തേക്ക് വെള്ളം നിറച്ച കുപ്പിയും വടികളും എല്ലാം വലിച്ചെറിയുന്ന കാഴ്ച കണ്ടു. ED പിണറായി വിജയനെ ഒതുക്കി മകളുടെ പേര് പറഞ്ഞ് പിണറായി വിജയനെ ക്രൂശിക്കാൻ വന്നിരിക്കുന്നു എന്നൊക്കെയാണ് അന്നവർ പറഞ്ഞു പരത്തിയത്. ആ ജില്ലയിലുള്ള തിരുവനന്തപുരം ജില്ലയിലുള്ള എല്ലാ CPM പ്രവർത്തകരും മിക്കവാറും അവിടെ ആ വീടിന് മുമ്പിൽ തമ്പടിച്ചിട്ടുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനെതിരെയും EDക്കെതിരെയും മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് അവരവിടെ നിലകൊണ്ടത്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MB ഗോവിന്ദൻ, തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായിരുന്ന V ജോയി, അതുപോലെ ജോൺ ബ്രിട്ടാസ്, കടകംപള്ളി സുരേന്ദ്രൻ, ഇങ്ങനെ CPMൻ്റെ തലമുതിർന്ന നേതാക്കളും താഴെ തട്ടിലുള്ള നേതാക്കളുമെല്ലാം അവിടെ തടിച്ചു കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ED റെയ്ഡ് പൂർത്തിയാക്കി വീടിന് പുറത്തേക്ക് വരുമ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന 3 കാറുകളും അവർ തല്ലി തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതിനെതിരെ കേരള പോലീസ് കേസെടുത്തു. EDയെ വധശ്രമത്തിന്, അതായത് ED ഉദ്യോഗസ്ഥർക്കെതിരെ വധശ്രമത്തിനാണ് ഇവർക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. 26 പേരെ അന്ന് അറസ്റ്റ് ചെയ്തു. ഒരാൾ ജാമ്യം കിട്ടി പുറത്തുപോയി. ബാക്കി എല്ലാവരും ഇപ്പോഴും അകത്ത് തന്നെ കഴിയുന്നു. ഇപ്പോൾ നിർണായകമായ ഒരു നീക്കം ഈ കേസിലുണ്ടായിരിക്കുന്നു. കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ അന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നെങ്കിലും പിന്നീട് ഈ കേസിൽ മറ്റാരെയും പ്രതി ചേർക്കുന്ന ഒരു കാഴ്ച നാം കണ്ടില്ല. അതിനിടയിൽ CPMൻ്റെ ഭാഗത്തു നിന്നും ജയിലിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടി ജാമ്യാപേക്ഷ പലകുറി സമർപ്പിച്ചു. അത് തള്ളുകയും ചെയ്തു. ഇപ്പോൾ മറ്റൊരു നിർണായകമായ നീക്കം എന്ന് പറഞ്ഞാൽ അന്ന് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്നതിന് വേണ്ടി ആഹ്വാനം ചെയ്തു എന്നുള്ളതിൻ്റെ പേരിൽ അതിൽ CPMൻ്റെ മുതിർന്ന നേതാക്കന്മാർക്ക്, അതായത് CPMൻ്റെ മുൻ മന്ത്രിയും അല്ലെങ്കിൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ഇത്തരം നേതാക്കൾക്കുള്ള പങ്കിനെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി MB ഗോവിന്ദനും കടകംപള്ളി സുരേന്ദ്രനും ബ്രിട്ടാസും ഒക്കെ അടക്കമുള്ള മുതിർന്ന നേതാക്കന്മാരുടെ ഫോൺ CDR അടക്കമുള്ള രേഖകൾ പരിശോധിക്കുന്നു. ഇവർക്കെതിരെ അന്വേഷണം വരും. ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഇവരും അറസ്റ്റിലാകും, അകത്താകും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എങ്ങനെയാണ് സാർ ഇക്കരം ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത്? അതായത് ഇത് നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. എല്ലാ കാര്യങ്ങളിലും അണികളെ ജയിലിട്ട് കൊണ്ടുള്ള പരിപാടികളാണല്ലോ ഇത്രയും കാലം പാർട്ടികൾ നടത്തുന്നത്. അത് ഏതെങ്കിലും ഗവൺമെൻറ് വന്നാൽ മറ്റേ എതിർ പാർട്ടി പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരെ തൊടില്ല, പാവപ്പെട്ട അണികളെയാണ് തൊടുക. അത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂരിലെ കൊലപാതകങ്ങളിൽ യഥാർത്ഥ പ്രതികൾ എന്ന് പറയുന്നത് നേതാക്കന്മാരാണ്. എന്നാൽ അവിടുത്തെ പാവപ്പെട്ട അണികളെ ആണ് അവർ ബലി കൊടുക്കാറുള്ളത്. അങ്ങനെ ബലി കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്തരം കൊലപാതകങ്ങൾ നടക്കുന്നത്. യഥാർത്ഥ പ്രതികളായിട്ട് ഈ നേതാക്കന്മാർ അകത്തായി കഴിഞ്ഞാൽ എന്നോ അത്തരം കൊലപാതകങ്ങൾ നിലച്ചു പോകും. കാരണം നേതാക്കന്മാരുടെ മേൽ ചളി പുരളാൻ പാടില്ല എന്നുള്ളതാണ്. ഇവിടെയും ഈ കൃത്യമായി പറഞ്ഞാൽ അവിടെ നേതാക്കന്മാരടക്കം പങ്കെടുത്തുകൊണ്ട് അവരുള്ളത് കൊണ്ടാണ് അണികൾ ഗുണ്ടായിസം കാണിച്ചത്. അണികൾക്ക് നിർദ്ദേശം, അവരെ അക്രമം കാണിക്കുകയാണെങ്കിൽ അവരെ തടയേണ്ട ഉത്തരവാദിത്വം നേതാക്കന്മാർക്കാണ്. നേതാക്കന്മാർ അത് ചെയ്യാതെ അതിന് അണികൾ ചെയ്യട്ടെ, ഞങ്ങളുണ്ട് കൂടെ, നിങ്ങൾ അടിച്ചോ എന്നുള്ള സന്ദേശം കൊടുത്തത് കൊണ്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് ഈ എൻഫോഴ്സ്മെൻറ്റ് വന്ന റെയ്ഡിൽ അവിടെ വാഹനങ്ങൾ തല്ലി തകർക്കുകയും എല്ലാ എൻഫോഴ്സ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർക്കടക്കം ഡ്രൈവർമാർക്കടക്കം പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നിട്ടോ പിന്നീട് ശിവൻകുട്ടി എന്താ പറഞ്ഞത്, ആ ഡ്രൈവർക്ക് ഞങ്ങളെല്ലാം ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവസാനം പെയിൻറ്റിന് പൈസ ഇല്ലാതെ തെണ്ടി നടക്കുന്ന ഡ്രൈവറെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അല്ലെങ്കിൽ തൊഴിലാളിയാണെന്നൊക്കെയാണ് ശിവൻകുട്ടി പറഞ്ഞത്. എന്നാൽ ഒരു ശിവൻകുട്ടിയും അല്ലെങ്കിൽ ഒരു നേതാവും ഇത്തരം കാര്യങ്ങളിൽ പിന്നെ വാക്കുപാലിക്കാറില്ല. ഇവിടെ നേതാക്കന്മാർ കൃത്യമായി നിർദ്ദേശം കൊടുത്തിട്ടാണ് ചെയ്തത് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് അവിടെ ഈ സംഭവം നടക്കുമ്പോൾ അവരും ഉണ്ടായിരുന്നു കൂടെ. എന്തുകൊണ്ടാണ് ഈ നേതാക്കന്മാർക്കെതിരെ സത്യത്തിൽ കേസെടുക്കാതിരുന്നത്? അവരെ ആക്രമണം നടത്തേണ്ട ആവശ്യമില്ല, അത് തടയേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ട്. കൃത്യമായി നേതാക്കന്മാരാണ് അണികളെ ഇറക്കി വിടുന്നത്. നേതാക്കന്മാരെ തടയേണ്ടതും ശരിയായ പാതയിലൂടെ കൊണ്ടുപോകേണ്ടതും നേതാക്കന്മാരാണ്. സാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം ഈ വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾ CPMൽ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല, CPM അംഗമല്ല. അങ്ങനെയുള്ള ഒരാളെ വീട് റെയ്ഡ് ചെയ്യുമ്പോൾ, അതും ഒരു കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസി റെയ്ഡ് ചെയ്യുമ്പോൾ CPMന് അവിടെ എന്താണ് കാര്യം? CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്ക് എന്താണ് കാര്യം? അത് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കൃത്യമായി പറഞ്ഞാൽ ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ പാർട്ടി എടുത്ത നിലപാട്.
എന്തിനെ കോടിയേരി ബാലകൃഷ്ണൻ പോലും പറഞ്ഞു എൻ്റെ മകൻ അത് സ്വന്തമായി കേസ് നടത്തി സത്യം തെളിയിച്ചു വരട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ പിണറായി വിജയൻ്റെ മകൾക്ക് എന്താ എത്ര കൊമ്പ്? പിണറായി വിജയൻ്റെ മകൾ പാർട്ടി മെമ്പറാണോ? അല്ല. സംസ്ഥാന മുഖ്യമന്ത്രിയായിരുന്നു പിണറായി വിജയൻ, ശരി. അതേപോലെ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പിണറായി വിജയൻ എന്നുള്ളത് ശരി. പക്ഷെ മകൾ ഈ രാഷ്ട്രീയത്തിൽ ഒന്നും പങ്കാളിയല്ല. പിണറായി വിജയൻ മക്കളെ ഒന്നും രാഷ്ട്രീയത്തിലേ ഇറക്കിയില്ല. പകരം അവരെ തട്ടിപ്പുകാരന്മാരാക്കി വളർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് CMRL കമ്പനിയിൽ നിന്ന് 130 കോടി രൂപ നമ്മുടെ വീണ വിജയൻ്റെ അക്കൗണ്ടിൽ വരികയും അത് ബഹ്റൈനിലേക്ക് അടക്കം അയക്കുകയും ചെയ്ത സംഭവം, ഞെട്ടിക്കുന്ന സംഭവ പരമ്പരകളാണ് ഇനി വരാൻ പോകുന്നത്. അതിൽ കൃത്യമായി അന്വേഷണം നടത്തേണ്ട എൻഫോഴ്സ്മെൻറ്റ് അവരെ തടയുക എന്ന് പറഞ്ഞ രാജ്യദ്രോഹ കുറ്റം കൂടിയാണ്. അപ്പോൾ ഇതിൽ കൃത്യമായി എൻഫോഴ്സ്മെൻറ്റ് ഇടപെട്ടിരിക്കുന്നു. അണികളെ മാത്രം പോരാ, ഇതിൽ നേതൃത്വം കൊടുത്ത നേതാക്കന്മാരെ കേസിൽ അതിപ്പോൾ നടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവരുടെ എല്ലാം MV ഗോവിന്ദൻ്റെയും അതേപോലെ ബിനീഷ് കോടിയേരിയുടെയും അതേപോലെ കടകംപള്ളി സുരേന്ദ്രൻ്റെയും ശിവൻകുട്ടിയുടെ എല്ലാം റഹീമിൻ്റെ എല്ലാം അവിടെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി അട്ടഹാസം മുഴക്കിയവരെ എല്ലാം പിടിച്ച് അവരുടെ CDR പരിശോധിച്ച് കൃത്യമായി അവരുടെ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതൊരു വഴിത്തിരിവാണ്. അത് കൃത്യമായി അവരും കൂടെ പ്രതികളായി കഴിഞ്ഞാൽ മാത്രമാണ് ഇനി മേലിൽ ഇത്തരം ആക്രമണങ്ങൾ നിലയ്ക്കുകയുള്ളൂ. കാരണം ഞങ്ങളുണ്ട് കൂടെ എന്നുള്ള ഉറച്ച വിശ്വാസം കൊടുത്തിട്ടാണ് ഇവരെ പ്രേരിപ്പിച്ച് ഇത്തരം കലാപങ്ങൾക്ക്, ആക്രമങ്ങൾക്ക് ഈ നേതാക്കന്മാർ വഴിമരുന്നിടുന്നത്. സാർ, ഇവിടെ മറ്റൊരു കാര്യം കൂടി വ്യക്തമായിരിക്കുന്നു. കാരണം പിണറായി വിജയൻ തന്നെ ED റൈഡ് ചെയ്ത് പോയതിനു ശേഷം മാധ്യമങ്ങളോടൊരു കാര്യം വ്യക്തമാക്കി. ED എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, എന്നെ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരിയല്ലാത്ത CPM കാരിയല്ലാത്ത ഒരാളുടെ വീട് റൈഡ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ ED അവരെ ചോദ്യം ചെയ്യുന്നതിന് ഈ CPM പ്രവർത്തകർ എന്തിനാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത്, അവരെ വധിക്കാൻ ശ്രമിച്ചത്, അവർ സഞ്ചരിച്ചിരുന്ന കാറ് തല്ലിപ്പൊളിച്ചത് എന്നുള്ളത് പിന്നീട് പാർട്ടി ചിന്തിച്ചു. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് 2 തവണ വീണ വിജയനെ മണിക്കൂറുകളോളം ED കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിട്ടും പിന്നീട് വീണയുടെ വീട് റെയ്ഡ് ചെയ്തപ്പോഴൊന്നും ഈ CPMൻ്റെ യാതൊരു തരത്തിലുള്ള സാന്നിധ്യം അവിടെ ഉണ്ടായില്ല. അപ്പോൾ അവർക്കും കാര്യങ്ങൾ പിടികിട്ടി കൈവിട്ട് പോവുകയാണെന്നുള്ളത്. ഇപ്പോൾ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും അതിൻ്റെ ശരിയായ ദിശയിലേക്ക് അന്വേഷണം പോകുമ്പോൾ ഇവിടെ MV ഗോവിന്ദനും ഈ ശിവൻകുട്ടിയും റഹീമും അടക്കമുള്ള ആളുകൾ അകത്തു പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റും. അതായത് അതൊന്നുമല്ല അതിൻ്റെ കാരണം. യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്ത് എൻഫോഴ്സ്മെൻറ്റിനെ തടഞ്ഞപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് സ്ട്രോങ് ആയപ്പോൾ ഇതിനെതിരെ കേസ് എടുക്കേണ്ടി വന്നു. പിണറായി വിജയൻ്റെ മകളുടെ മറ്റുള്ളവരുടെ കേസുകൾ സ്ട്രോങ് ആക്കിയവർ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കേന്ദ്രവും ശക്തമാക്കി മറ്റുള്ള കേസുകളും പൊക്കാൻ തീരുമാനിച്ചു. വട്ടി കൊടുത്ത് അടി മേടിക്കുക എന്ന് പറയാറില്ലേ, അതേപോലെയാണ് പിണറായി വിജയൻ സ്ഥിതി. പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞത് തിരുവനന്തപുരത്ത് ആക്രമണം നടത്തിയ അവർ എൻ്റെ കൂടെ നിന്നു, അവർ എനിക്ക് വേണ്ടിയിട്ടാണ് വന്നത് എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിച്ചു. അദ്ദേഹം എന്തിനാണ് പരസ്യമായി പ്രഖ്യാപിക്കേണ്ട കാര്യം? നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ആക്രമിച്ച ആളുകൾ നിങ്ങൾ അങ്ങനെ ആക്രമിക്കാൻ പാടില്ലായിരുന്നു, എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു തരത്തിൽ തടസ്സം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്കാണ് ദോഷം എന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. നമ്മൾ ഒരുമിച്ച് പോരാട്ടം എന്ന പിണറായി അതിന്റെ മുഖ്യപ്രതിയാണ്. പിണറായി വിജയന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾക്കനുസരിച്ചിട്ടാണ് കൃത്യമായി കാര്യങ്ങൾ നീങ്ങിയത്. അതിനർത്ഥം പിണറായിയാണ് അതിന്റെ മുഖ്യപ്രതി. ആ പിണറായി അടക്കമുള്ള ആളുകൾ അതിനകത്ത് പ്രതികളായി ആക്രമണത്തിൽ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്നുള്ളതിന് തെളിവാണ് പിണറായി വിജയന്റെ ഈ പ്രസ്താവന. പിന്നീടാണ് പിണറായി വിജയന് ബോധോദയം ഉണ്ടായത്. ഇത്തരങ്ങൾ ആക്രമണങ്ങൾ നടത്തിയാൽ ഇവിടെ കേരളത്തിലെ മാതിരിയല്ല, കേന്ദ്രത്തിൽ നിന്ന് തിരിച്ചടി കിട്ടിയ എൻഫോഴ്സ്മെന്റ് ശക്തമായ തിരിച്ചടികളുമായിട്ടാണ് വരാൻ പോകുന്നത്. കൂടുതൽ സ്ട്രോങ് ആക്കി കഴിഞ്ഞാൽ പിണറായി വിജയന്റെ അണ്ടർവെയർ വരെ ഊരിക്കൊണ്ടുപോകും എന്നുള്ള അവസ്ഥ വരും എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദേശത്ത് കൃത്യമായി പിണറായി വിജയൻ എന്തിനാണ് പോകുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിണറായി വിജയൻ കോടിക്കണക്കിന് രൂപ വിദേശത്ത് നിക്ഷേപമുണ്ട്. ഇതാ ഇപ്പോൾ പറയുന്നത് ആരാണ്? സ്വപ്ന സുരേഷാണ്. സ്വപ്ന സുരേഷിനെ കൊണ്ടാണ് വിദേശത്തുള്ള പല കാര്യങ്ങളും നടത്തിയിട്ടുള്ളത്. ഐ വിറ്റ്നസ് ആണ് ഇപ്പോൾ പറയുന്നത്. ക്രൈം നന്ദകുമാർ പറഞ്ഞത് ശരിയാണ്. വിദേശത്ത് പിണറായി വിജയന് കോടാനുകോടി രൂപ വിദേശത്ത് നിക്ഷേപങ്ങളുണ്ട്. ബിസിനസ് കാര്യങ്ങൾക്കാണ് പിണറായി വിജയൻ പോണത്, അല്ലാതെ അസുഖം ബാധിച്ചിട്ടല്ല. അദ്ദേഹത്തിന് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുണ്ടായ ക്യാൻസറാണ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ലൈംഗിക അവയവങ്ങൾക്കുണ്ടായ വളരെ ഗുരുതരമായ ക്യാൻസറാണ് എന്ന് പറയുന്ന ഒരു കാര്യമല്ല. അത് മൈന്യൂട്ടായ ഒരു കാര്യമാണ്. അദ്ദേഹം പോണത് ബിസിനസ് കാര്യങ്ങൾക്കാണെന്ന് സ്വപ്ന സുരേഷ് ഇപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ കൃത്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം
പിണറായി വിജയനാണ് ഇതിൻ്റെയൊക്കെ യഥാർത്ഥ വില. അദ്ദേഹത്തിൻ്റെ കൃത്യമായുള്ള തെളിവുകളിലേക്ക് പോയാൽ നമ്മൾ കേരളമല്ല ഇന്ത്യ ഞെട്ടിപ്പോകും. ഒരു മുഖ്യമന്ത്രി ഇത്രമാത്രം മോഷ്ടിച്ചിട്ടുണ്ടാവില്ല, വിദേശത്ത് നിക്ഷേപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഒരു 10 വർഷത്തെ ഭരണം കൊണ്ട് ഏകദേശം 1 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പിണറായി വിജയൻ ഉണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഏറ്റവും അധികം ഉണ്ടാക്കിയ ഒരു വകുപ്പാണ് ഇത് ആരോഗ്യ വകുപ്പ്. ഏകദേശം 5-10 വർഷം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു 2 ലക്ഷം 3 ലക്ഷം കോടി രൂപയുടെ മരുന്നുകളും മറ്റു എക്യുപ്മെന്റ്സും ഇറക്കിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് മുരളീധരൻ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടാണ് ആവശ്യമില്ലാത്ത എക്യുപ്മെന്റ്സ് പല ഹോസ്പിറ്റലിലും വാങ്ങിക്കൂട്ടി. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഒരു 25% കമ്മീഷൻ കൂട്ടിയാൽ തന്നെ അതിൽ തന്നെ ഉണ്ടാവും 10 വർഷം കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ 10-50,000 കോടി രൂപ. അതിൽ പിണറായി വിജയൻ തന്നെ 30-30,000-40,000 കോടി രൂപ വിദേശത്ത് എത്തിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളല്ലേ വിദേശത്തിന് കൊടുത്തോളം പൈസ. ഇവിടെ യാതൊരു ഇടപാടും ഉണ്ടാവില്ല. അപ്പം ഇത്തരത്തിൽ നമുക്കറിയാം പിണറായി വിജയൻ കൗശലക്കാരനായ കുറുക്കനാണ്. ആ കുറുക്കൻ്റെ സാമർഥ്യമാണ് അദ്ദേഹം കാണിക്കുന്നത്. അദ്ദേഹം ഒരിക്കലും പിടിക്കാത്ത രൂപത്തിലാണ് കാര്യങ്ങൾ നടത്തിയെങ്കിൽ ഇത് ശരിയായ വിധത്തിൽ അന്വേഷണം പോയി കഴിഞ്ഞാൽ ഈ മരുന്ന് കമ്പനികളെ ശരിക്കും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര കമ്മീഷൻ പോയി എന്നുള്ള അവരെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ റെക്കോർഡിക്കലുള്ള പൈസ ആയിരിക്കുമല്ലോ, അതവിടെ പിടിക്കപ്പെടാൻ കഴിയും. പിണറായി വിജയൻ്റെ വിദേശത്തുള്ള ഫണ്ടുകളെല്ലാം കണ്ടുകെട്ടാനും എൻഫോഴ്സ്മെൻറ്റ് വിചാരിച്ചാൽ കഴിയും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് പിണറായി വിജയൻ പിന്നീട് മകളെ രണ്ടാമത് പറഞ്ഞയച്ചപ്പോൾ യാതൊരു CPM-കാരോട് അവിടെ പോകരുത്, അവിടെ ശബ്ദം ഉണ്ടാക്കരുത്, പേടിച്ച് ആ കാര്യത്തിൽ പിൻവാങ്ങിയത്. തിരുവനന്തപുരത്ത് ഭീഷണി നടത്തി നോക്കി, ഞങ്ങളുണ്ട് ഇവിടെ, ഗുണ്ടായിസം കാണിക്കും, ഇവിടെ വന്ന് ഇതൊന്നും കാണിക്കണ്ടെന്ന് ആയിരുന്നു പിണറായി വിജയൻ്റെ നിലപാടെങ്കിൽ പിണറായി വിജയനും പിന്നെ മനസ്സിലായി തൻ്റെ ഭീഷണിയൊന്നും എൻഫോഴ്സ്മെൻറ്റിനോട് ചിലവാകില്ല, മകൾ പിന്നെ അവിടെ തന്നെ കിടക്കേണ്ടി വരും. ഈ അവസ്ഥയിലാണ് അദ്ദേഹം പിന്നീട് അത്തരം ആക്രമണങ്ങൾക്ക് CPM-നെ ഉപയോഗിക്കാതെ വന്നത്. അല്ലാതെ CPM അണികൾ പിണറായി വിജയന് കേരളത്തിലെ എല്ലാ ഗ്രാമങ്ങളിലും ഗുണ്ടകളുണ്ട്, അവരാണ് കേരളം ഭരിച്ചിരുന്നത്, അല്ല CPM അല്ല. CPM-ന്റെ സാധാരണ അണികൾക്കൊന്നും തന്നെ കഴിഞ്ഞ ഭരണത്തിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. കോടിക്കണക്കിന് രൂപയാണ് പിണറായി വിജയൻ്റെ അതാത് പ്രദേശത്തുള്ള ഗുണ്ടകൾ എന്ന് പറയുന്ന ഈ മാഫിയ സംഘം ഉണ്ടാക്കിയിട്ടുള്ള മണ്ണ് നികത്തലും പാറമട ലോബിയും അതേപോലെ ഏത് സംഭവങ്ങളിൽ കേസുകളിൽ ഇടപെട്ട് സെറ്റിൽമെൻറ്റും ഒക്കെ ആയിട്ട് കോടാനുകോടി രൂപയാണ് ആ വഴിക്കും പിണറായി വിജയൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള സത്യം. അവർ ഏത് സമയത്തും ഇറങ്ങി പിണറായി വിജയന് ഗുണ്ടായിസം കാണിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ള ആൾക്കാരാണ് എന്നുള്ളതാണ് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ഈ കേസിൽ ED കൃത്യമായ ഒരു ദിശാബോധത്തോട് മുന്നോട്ട് പോകുമ്പോൾ വീണാ വിജയൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ള ഒരു ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഈ സമയത്ത് തന്നെയാണ് ED ആക്രമിച്ച കേസിൽ പുതിയ ചില നീക്കങ്ങളുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ നീങ്ങുന്നത്. അതായത് പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ ഈ ജനങ്ങളുടെ കലാപാഹ്വാനത്തിലേക്ക് അല്ലെങ്കിൽ കലാപാഹ്വാനം മാർഗം അവിടെ കലാപം നടന്നു. അപ്പോൾ ആ രീതിയിൽ തെളിവുണ്ട്. സാധാരണ കലാപാഹം എന്ന് പറഞ്ഞാൽ നമ്മളെ പേരിലൊക്കെ കേസ് എടുക്കുന്നത് പിണറായി വിജയന്റെ സ്ഥിരം പരിപാടി എൻ്റെ പേരിൽ 12ഓളം കലാപാഹനത്തിന്റെ കേസുണ്ട്. ചൂരൽമലയിലെ അവിടെ ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട് വാർത്ത ചെയ്തപ്പോൾ അതിന് 192 പ്രകാരം എനിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്, BNSS 192. അപ്പോൾ സ്ഥിരം പരിപാടിയാണ് പിണറായി വിജയന്റെ. ഇവിടെ അത് നിലനിൽക്കുമെന്നുള്ളതാണ് ഇപ്പോൾ CDR പരിശോധിച്ച് കഴിയുമ്പോൾ തീർച്ചയായും ഈ ആളുകളൊക്കെ വിളിച്ചുകൂട്ടി ഇത്തരത്തിലൊരു വലിയ വിധ്വംസക പ്രവർത്തനം നടത്തിയതിന് ഈ നേതാക്കന്മാരെല്ലാവരും CPM-ന്റെ മന്ത്രിമാരടക്കം അകത്തു പോകാനുള്ള സാധ്യത. അതായത് അവിടെ ജാമ്യം കിട്ടാത്ത വകുപ്പുകളാണ് ആക്രമണം നടത്തിയത് വഴി ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയ അവർക്കെതിരെ എടുത്തത്. അതേ കുറ്റം ഇവർക്ക് നിലനിൽക്കും, കൂടാതെ പങ്കെടുത്തവർക്കും നിർബന്ധമായി കിട്ടും. കൃത്യമായി അന്വേഷണം പോയാൽ പിണറായി വിജയനും MV ഗോവിന്ദനും AA റഹീമും പിന്നെ ശിവൻകുട്ടി അതേപോലെ നമ്മുടെ കടകംപള്ളി സുരേന്ദ്രനും എല്ലാം അതിൽ അകത്താകും.